ആ എന്റെ മാർക്കൊന്ന് ഞാൻ വായിക്കാം. 18, 19, 18, 20 എല്ലാം ജസ്റ്റ് പാസ്. ഒരെണ്ണത്തിന് പോലും ഇല്ല 20 തോന്നെ മാർക്ക്. ആ ഇതിനകത്തൊന്ന് ഒപ്പിട്ടാരെ. ആ ഇനി ഈ മാർക്ക് ലിസ്റ്റും കൊണ്ട് ഓരോ ടീച്ചർമാരെ പോയി കാണും. അപ്പൊ അവര് പറയും ഇവന്റെ അഭിപ്രായം. അച്ഛനെ വിളിച്ചോണ്ട് ഓരോ ടീച്ചർമാരെ അടുത്ത് പോടാ. മാർക്ക് ലിസ്റ്റ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, ടീച്ചർമാരെയൊക്കെ പിന്നെ കാണാം. ഈ പി ടി സാർ അവിടെ ഇരിക്കുന്നത്. അതിലിപ്പോ പി ടി സാറിനെ തിരക്കുന്നത്? അല്ല, പി ടി സാറിനോടൊന്നും സംസാരിക്കാനായിരുന്നു. ആദ്യം ഈ പഠിപ്പിക്കുന്ന ടീച്ചർമാരെയൊക്കെ ഒന്ന് പോയി കാണും. പി ടി സാർ ഒന്നും പഠിപ്പിക്കുന്നൊന്നുമില്ലല്ലേ പിന്നെ സാറിനെ കാണാൻ പോകുന്നത്? ടീച്ചറെ, എന്റെ വലിയൊരു ആഗ്രഹമാണ് ഇവന്റെ ഒരു ഫ്ലെക്സ് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ജംഗ്ഷനിൽ തൂക്കുന്നത്. അരവിന്ദൻ അഭിനന്ദനങ്ങൾ. അതിന് 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഒക്കെ മേടിക്കണ്ടായോ? പഠിക്കുന്ന കാര്യത്തിൽ ഇവൻ പുറകോട്ടാന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഇപ്പം ഇവന്റെ ഒരു ഫ്ലെക്സ് ജംഗ്ഷനിൽ ഇരിപ്പുണ്ട്. ജില്ലാ കായികമേള 400 മീറ്ററിന് 1500 മീറ്ററിന് 1ാം സ്ഥാനം നേടിയ അരവിന്ദൻ അഭിനന്ദനങ്ങൾ. അതിന് കാരണം പി ടി സാർ. ടീച്ചർ, ആ ഫ്ലെക്സിന് മുമ്പ് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, അതെനിക്ക് 18, 20 കണ്ടപ്പോൾ തോന്നിയില്ല. ആദ്യം ഇവൻ 40, 45 വാങ്ങിക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള ടീച്ചർമാരെ പോയി കാണാം. ഇപ്പം ടീച്ചറിനെ വരെ കാണാൻ വന്നതിനകത്ത് ഒപ്പിടാൻ വേണ്ടിയാണ്, അല്ലാതെ നേരിട്ട് പി ടി സാറിനെ പോയി കണ്ടാലും. പി ടി സാർ എവിടെ? അച്ഛാ, പി ടി സാറിനെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അച്ഛൻ വാ. എങ്കിൽ ശരി ടീച്ചറെ. ടീച്ചറെ, ഞാൻ ഗണേശിന്റെ അച്ഛനാ. അവന്റെ മാർക്കൊന്നും വേണ്ട. ഈ പി ടി സാർ എവിടെ ഇരിക്കുന്നത്? ഒന്ന് കാണാനാ. അറിയത്തില്ലയോ? ഞാൻ കണ്ടുപിടിച്ചോളാം. സാർ എവിടെ പോയി ഇരിക്കുന്നു? ടീച്ചറെ എന്താ ഇവിടെ ആരുമില്ല? എന്റെ ക്ലാസ്സിലും ആരുമില്ല. എല്ലാ രക്ഷാകർത്താക്കളും പി ടി സാറിനെ കാണാൻ പോയേക്കോ. പി ടി സാറിന്റെ മേശപ്പുറത്ത് എന്തോ ഇരിക്കുന്നത് കണ്ടോ? എന്തുവാ സമ്മാനങ്ങള്? ഈ സബ് ജില്ലയും ജയിച്ച പിള്ളേരെ രക്ഷാകർത്താക്കൾ സാറിന് കൊണ്ടു കൊടുത്ത സമ്മാനങ്ങള്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ വയ്യ, എല്ലാവരും കൊണ്ട് കൊടുക്കുവാ. ടീച്ചറെ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഒരു 16 കൊല്ലമായിട്ട് ആരെങ്കിലും ഒരു മുട്ടായെങ്കിലും ടീച്ചറിന് മേടിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. സാറ് വന്നിട്ട് ഇപ്പോൾ 1 കൊല്ലം പോലും ആയിട്ടില്ല. എന്നിട്ട് സാറിന്റെ ജീവിതകാലം മുഴുവൻ കിട്ടേണ്ട സമ്മാനം സാറിന് ഒറ്റയടിക്ക് കിട്ടി. നമ്മൾ വിചാരിക്കുന്ന കൂട്ടല്ല, സാർ ഒരു സംഭവം. ടീച്ചർ കൂടെ ഉണ്ടായിരുന്നു. ടീച്ചർമാർ ഇനി രക്ഷാകർത്താക്കൾ എൻ്റെ അടുത്തോട് പറഞ്ഞു വിടല്ലേ. സംസാരിച്ച് കുഴഞ്ഞ് ബാക്കിയുള്ള ടീച്ചർമാരോടെല്ലാം പോയി പറഞ്ഞു. ടീച്ചറെ, ഈ വലിയ വണ്ടി ഓട്ടിക്കുന്ന ആരെങ്കിലും നമ്പർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? എന്തിനാ സാറേ? അല്ല, ഈ കിട്ടിയ സമ്മാനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി. ഇതൊക്കെ ഞാൻ ഇനി എങ്ങനെ കൊണ്ടുപോകാനാ?